ഈ സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നുള്ള കാര്യം. കാരണം ഇത് പറഞ്ഞു കൊടുക്കാൻ ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ബയോളജിയിൽ ഇങ്ങനെ ഒരു റീപ്രൊഡക്റ്റീവിന്റെ പാഠം വരുമ്പോൾ ടീച്ചേഴ്സ് വളരെ വേഗമായിട്ട് അങ്ങ് പറഞ്ഞു തരും. ആ ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ പഠിച്ചോ എന്നുള്ള അവസ്ഥയാണ്. അങ്ങനെ ടീച്ചേഴ്സിന് പോലും ഇപ്പോൾ ഒരു മടിയാണ് അതൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ അതിന് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു പോർഷനെ എങ്ങനെയാണ് ഡീൽ ചെയ്യാറുള്ളത്? ഇപ്പോൾ കുട്ടികൾക്ക് ഇവയെല്ലാം പഠിക്കാനായിട്ടുള്ള സോഴ്സസ് റെഡിലി അവൈലബിൾ. അവൈലബിൾ ആണ്. അവരുടെ അവരുടെ കൈവശമുള്ള മൊബൈലിൽ നിന്നും മറ്റു ടാബിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും ഇവൻ യഥാർത്ഥത്തിൽ ബിഗ് സ്ക്രീനിൽ പോലും ഇതെല്ലാം നോക്കി കണ്ടു പഠിക്കാൻ അവർക്കൊരു മടിയില്ല. മാത്രമല്ല ഇതെല്ലാം തന്നെ പഴയതിനേക്കാൾ കുറെ കൂടെ ഓപ്പൺ ആയിട്ട് കുട്ടികൾക്ക് അവൈലബിൾ ആണ്. അതിലെല്ലാം തന്നെ കുട്ടികൾ പലതും മനസ്സിലാക്കുന്നത് തെറ്റായ കാര്യങ്ങളാണ്. തെറ്റായ തെറ്റായ ഇൻഫർമേഷനാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും സ്കൂളിലെ അധ്യാപകർ ഈ പറഞ്ഞതുപോലെ ബയോളജി ടീച്ചേഴ്സിന് പ്രത്യേകിച്ചും അതിനകത്തുള്ള കണ്ടന്റിനകത്തുള്ള കാര്യങ്ങൾ വ്യക്തമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇപ്പം ഞങ്ങളുടെ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുൻപാണെങ്കിൽ 9, 10, 11, 12 കുട്ടികൾക്ക് കൊടുത്തിരുന്നത് 6, 7, 8 ഇപ്പോൾ ഈവൻ 3, 4, 5 സ്റ്റുഡൻസിന് പോലും ഈവൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിലുള്ള കുഞ്ഞിന് പോലും അത്യാവശ്യം വേണ്ടുന്ന ആ പ്രായത്തിൽ കുഞ്ഞ് അറിയേണ്ട കാര്യങ്ങൾ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുത്താൽ അമ്മമാർക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. അത് അവർക്ക് ഞാൻ ഈ പ്രായത്തിൽ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നാം. പക്ഷേ ഇപ്പോഴത്തെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഫുഡിൻ്റെയും മറ്റു ചേഞ്ചസ് വന്നപ്പോഴേക്കും കുട്ടികൾക്ക് വളരെ മച്യൂർ ആകുന്നതൊക്കെ വളരെ നേരത്തെയാണ്, പെൺകുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച്. പക്ഷേ ഇതൊക്കെ വാസ്തു ടീച്ചേഴ്സിന് കുട്ടിയെ തീർച്ചയായിട്ടും അവരുടെ അടുത്ത് ഈ പറയുന്ന ഹോർമോണൽ ചേഞ്ചസിലുണ്ടാകാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് അതിലൂടെ ഉണ്ടാകുന്ന ബോഡി ചേഞ്ചസിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാവുന്നത് ഒരു തെറ്റുമില്ല, ഒരു കുഴപ്പമില്ല. കാരണം അവർക്ക് യഥാർത്ഥത്തിൽ ടീച്ചർ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ഇപ്പോൾ ടീച്ചർ തന്നെ ഞാൻ ഉദാഹരണം പറയാൻ പാടില്ല, എന്നാലും ഞാൻ ജസ്റ്റ് സൂചിപ്പിക്കാം. കുട്ടികൾ യഥാർത്ഥത്തിൽ ടീച്ചറിനെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ അവരുടെ ഇംഗ്ലീഷ് എസ്സേയിലോ ഒക്കെ എഴുതി വെക്കാറുണ്ട്, സ്വന്തം ടീച്ചറിനെ കുറിച്ച് എഴുതി വെക്കാറുണ്ട്. കാരണം അവർക്ക് അന്നേരം യഥാർത്ഥത്തിൽ വളരെ ഒരു പരീക്ഷ എഴുതുന്ന സമയത്തായിരിക്കാം അങ്ങനെയുള്ളൊരു ചിന്താഗതി ഉണ്ടാകുന്നത്. ഇത് ടീച്ചർ കണ്ടിട്ട് അതിനെ വാസ്തവത്തിൽ ആ കുട്ടിയെ ഒരിക്കലും കുറ്റപ്പെടുത്തരുതെന്നാണ് ഞാൻ പറയുന്നത്. ആ കുട്ടിയെ ടീച്ചർ വിളിച്ചിട്ട് ആ എഴുതിയ ക്വസ്റ്റിനും ആൻസർ ഇട്ട് കൊടുക്കണം. അവൻ എഴുതായാലും ഇംഗ്ലീഷിലാണല്ലോ എഴുതിയിരിക്കുന്നത്, ഉത്തരം ശരിയല്ലായിരിക്കാം. പക്ഷേ ആ ടീച്ചർ ആ കുട്ടിയെ വിളിച്ച് എന്നിട്ട് പേഴ്സണലി വിളിച്ച് പറയാം. കോമൺ ആയിട്ട് ക്ലാസ്സിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയാം, ഒരു കുട്ടിയെയും ടീച്ചറിനോ അമ്മയ്ക്കോ അച്ഛനോ ആരെയും ഇൻസൾട്ട് ചെയ്യാനുള്ള യാതൊരു അവകാശവും ഇല്ല.